വിഖ്യാത എഴുത്തുകാരനും നിരൂപകനുമായ പ്രൊഫസർ M.K. സാനുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 5 മണിക്ക് എറണാകുളം രവിപുരം പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. രാവിലെ 8 മണിയോടെ മൃതദേഹം കാരക്കാമുറി റോഡിലെ വസതിയിലേക്ക് എത്തിക്കും. 10 മണിയോടെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനവും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, എപ്പോഴാണ് സാനുമാഷിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിക്കുക? എന്താണ് ചടങ്ങുകൾ? മലയാളത്തിന്റെ അക്ഷരപുണ്യമായ പ്രൊഫസർ M.K. സാനു ഇന്നലെ വൈകിട്ട് 5:30 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. മൃതദേഹം ഇപ്പോൾ എറണാകുളത്ത് അമൃത ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ ഏതാണ്ട് 8 മണിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് കാരക്കാമുറി ക്രോസ് റോഡിലുള്ള സന്ധ്യ എന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. തുടർന്ന് ഏതാണ്ട് ഒരു 10 മണിവരെ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടാകും. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മാറ്റും. വൈകുന്നേരം 4 മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നു. തുടർന്ന് 5 മണിയോടുകൂടി എറണാകുളം രവിപുരം ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം നഗരത്തിന്റെ എന്ന് മാത്രമല്ല, കേരളത്തിന്റെ തന്നെ സാംസ്കാരിക മേഖലയിലെ എടുത്തു കാണിക്കുന്ന ഒരു ബിംബമായിരുന്നു പ്രൊഫസർ M.K. സാനുമാഷ്. നഗരത്തിന്റെ ജനകീയ പ്രശ്നങ്ങളിൽ ഒക്കെ തന്നെ അദ്ദേഹം പ്രതിഷേധവുമായി പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുമായി ചേർന്നായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഡോക്ടർ K.K. രാമചന്ദ്രൻ, അങ്ങനെ എറണാകുളം നഗരത്തിന്റെ പൊതുവായ ജനങ്ങളുടെ പൊതുവായ ഏത് പ്രശ്നങ്ങളിലും സജീവ സാന്നിധ്യമായി പ്രതികരണമായി സാനുമാഷ് ഉണ്ടായിരുന്നു. ഏറ്റവും അറിയപ്പെടുന്ന ഒരു അധ്യാപകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ, സാംസ്കാരിക സംഘാടകൻ, അങ്ങനെ ഒട്ടനവധി വിലാസങ്ങൾ സാനുമാഷിന് നൽകാൻ സാധിക്കും. അതിലൊക്കെ ഉപരിയായി ജനകീയ വിഷയങ്ങളിൽ ഭരണാധികാരികളെ തിരുത്തുന്നതിന് വേണ്ടി മുൻപിൽ നിന്നിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അത് എറണാകുളം ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്ന കാര്യത്തിലായിരുന്നാലും, ഒപ്പം നഗരത്തിന് ഒരു പൊതു ഇരിപ്പിടം വേണമെന്ന കാര്യത്തിലായിരുന്നാലും, അങ്ങനെ ജനകീയ വിഷയങ്ങളിൽ എല്ലാം സജീവമായി നിന്നിരുന്ന ഒരു അധ്യാപകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, അങ്ങനെ ഒരു തലമുറയുടെ പ്രതിനിധി കൂടിയാണ് സാനുമാഷിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ തന്നെ അമൃത ആശുപത്രിയിൽ ഒട്ടേറെ ആളുകളെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അവിടെ പൊതുദർശനത്തിന് ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് എറണാകുളം നഗരത്തിൽ KSRTCക്ക് അടുത്തുള്ള സന്ധ്യ ഞാൻ പ്രതിവിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വസതിയിലെത്തിക്കും. അതിനുശേഷം 10 മണിയോടെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ്.